കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ വക ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനായിട്ട് ഏൽപ്പിക്കാറുണ്ട് കേട്ടോ. 2021 നമ്മളുടെ ഏട്ടൻ, അതായത് വിഷ്ണുവിന്റെ ബ്രദർ, നമ്മളെ വിട്ട് പോയിട്ടോ. അത് ചിങ്ങത്തിലെ ഉത്രാട ദിവസമായിരുന്നു. അപ്പം മുതൽ, അതായത് ഈ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കല് ചിങ്ങത്തിലെ ഉത്രാടത്തിലേക്ക് മാറ്റി. അതില് ഇപ്പൊ 2 വർഷമായിട്ട്, അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ മുണ്ടൂർ പഞ്ചായത്തിലെ തണൽ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാട്ടോ ഫുഡ് ഏൽപ്പിച്ചിരുന്നത്. ഇന്ന് രാവിലത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ. കൂടുതലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ തണൽ വീട്ടിലോട്ട് പോയിട്ടോ. അവിടുത്തെ എപ്പോഴും വലിയൊരു സംഭവം ഉണ്ടായി. നമ്മൾ ഭക്ഷണം ഏൽപ്പിച്ച് അവിടുന്ന് ഭക്ഷണം കൊടുത്തു വിട്ടു, ഇറക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഫുഡ് അവിടെ എത്തിയിരുന്നില്ല. സംഭവം അവർ ഫുഡ് കൊടുത്തയച്ച ഓട്ടോ ഡ്രൈവർ ഉണ്ടല്ലോ, ഇവിടെ ഇറക്കേണ്ട ഫുഡ് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു തണൽ വീട്ടിലാണ് കൊണ്ടിറക്കിയത്. ആദ്യം എത്തിയ ഫുഡ് ഇതായത് കൊണ്ട് തന്നെ അവരവിടെ വാങ്ങിച്ചു വെച്ചു. പിന്നെ സത്യത്തിൽ അവർക്കെന്ന് സ്പോൺസർ ചെയ്ത ഫുഡ് വീണ്ടും വന്നപ്പോഴാണ് മൊത്തത്തിൽ അവരും കൺഫ്യൂഷൻ ആയത്. കുറെ സമയം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കാണാതെപ്പോഴാണ് കേട്ടോ നമ്മളും ഇത് എന്താപ്പാന്ന് വിചാരിച്ച ആളെ വിളിച്ചത്. അപ്പോഴാണ് സംഭവം ഇങ്ങനെ മാറിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേഗം എന്റെ അനിയനെ, അതായത് മേമന്റെ മോനെ വിളിച്ചു. അവനെ വിളിച്ച് വേഗം അവിടെ പോയി ഫുഡ് കളക്ട് ചെയ്ത് ഇവിടെ ഏൽപ്പിച്ച് മൊത്തത്തിലൊരു തത്രപ്പാടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. എന്തായാലും കഴിക്കാൻ സമയമാവുന്നതിന് 1 മണിക്കൂർ മുമ്പേ തന്നെ ഫുഡ് അവിടെ എത്തിക്കാൻ സാധിച്ചു കേട്ടോ. അതിലൊരു സന്തോഷം. അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അമ്മ വിളിച്ചോണ്ടിരിക്കണ്ടായിരുന്നു, കുമ്പളങ്ങി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ അതും എടുക്കാൻ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. ഉള്ളതിൽ ചെറുത് നോക്കിയായിട്ട് ഞാൻ ഒലവക്കോട്ടേക്ക് കൊണ്ടുവന്നത്. ബാക്കി അവിടെ ഉള്ളത് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാനായിട്ട് അമ്മ മാറ്റി വെച്ചു. ഇന്നിപ്പോ തിരിച്ച് നമ്മൾ വീണ്ടും ഒലവക്കോട്ടേക്ക് വന്നു. ഇനിയിപ്പോ തിരുവോണം ഉണ്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും.